നമ്മൾ ജീവിതത്തിൽ അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ വിട്ടുപോകുമ്പോൾ ആ വേദന നൽകുന്ന ആ ഒരു മുറിവുണ്ട്, അത് ഉണങ്ങാൻ കുറേ കാലം എടുക്കും. അപ്പം അത്തരത്തിൽ ഒരമ്മ എന്നോടൊരു കാര്യം പറയുണ്ടായി. അമ്മയുടെ ഭർത്താവ് അമ്മയുടെ വളരെ ചെറിയ പ്രായത്തിലേ മരണപ്പെട്ടു. അതായത് ഒരു 30കളൊക്കെ ആയപ്പോഴേക്കും ഭർത്താവ് മരണപ്പെട്ടു, ചെറിയ 2 കുട്ടികൾ. അപ്പം അമ്മയുടെ ഭർത്താവിൻ്റെ ആ ഒരു മരണം അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടൈം എടുത്തു അതിൽ നിന്നൊന്ന് പുറത്തേക്ക് വരാൻ. ഊണും ഉറക്കവും ഇല്ലാതെ ഒരു ഭ്രാന്തിയെപ്പോലെ ആയിരുന്നു അമ്മ ആ സമയത്തൊക്കെ എന്നാണ് എന്നോട് പറഞ്ഞത്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു, മക്കളൊക്കെ വളർന്നു, ഒരാളുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അതിലൊരാൾ മരണപ്പെട്ടു പോയി, വളരെ യാദൃശ്ചികമായിട്ട്. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഏക പ്രതീക്ഷയും ജീവിതത്തിലെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു വെളിച്ചമൊക്കെ ആയിരുന്നു ആ ഒരു മകൻ. ആ മകൻ്റെ വിയോഗം അമ്മയെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ചെറുപ്പകാലത്തെ ഭർത്താവ് മരണപ്പെട്ടു. പിന്നെ ഇനി വയസ്സാവുന്ന കാലത്ത് മകൻ താങ്ങാവുമെന്ന് കരുതിയെടുത്ത് മകനും പോയി. അപ്പോൾ ആ അമ്മയ്ക്ക് അത്രയും അറിയുന്ന, അല്ലെങ്കിൽ അമ്മയുടെ ചുറ്റിനുമുള്ള ഒരുപാട് പേര് പല രീതിയിൽ അമ്മയെ കുറ്റപ്പെടുത്തുകയുണ്ടായി. നീ വളർത്തിയത് ശരിയല്ലാഞ്ഞിട്ടാണ്, നീ അങ്ങനെ ചെയ്തിട്ടാണ്, നീ ഇങ്ങനെ ചെയ്തിട്ടാണ്, 100 കുറ്റങ്ങൾ. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ പറഞ്ഞ വേറൊരു കാര്യമാണ്, നിൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ നിനക്ക് എണീക്കാൻ പോലും പറ്റാത്ത അത്ര വേദനയും വിഷമമായിരുന്നു. നിൻ്റെ മകൻ മരിച്ചപ്പോൾ നിനക്ക് അത്ര വേദനയൊന്നും ഇല്ലല്ലോ, എന്താ നീ കരയാത്തെ? ശരിക്കും ഇതെന്നോട് ആ അമ്മ പറഞ്ഞപ്പം എന്ത് പറയണമെന്ന് എനിക്ക് അറിയാതായിപ്പോയി. നമ്മൾ വേദന പുറത്തേക്ക് കരഞ്ഞ് കാട്ടിയാലേ നമുക്കുള്ളിൽ വേദന ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആ ഒരു സമൂഹത്തിൻ്റെ മനസ്ഥിതിയെ എന്ത് പറയണമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. നമുക്കങ്ങനെയാണ് ഒരു വ്യക്തിയുടെ വേദന കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ കണ്ടിട്ട് തോന്നുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ വഴിക്ക് പോവാതെയെങ്കിലും ഇരിക്കുക, ആ വ്യക്തിയെ നമ്മളായിട്ട് വേദനിപ്പിക്കാതെയെങ്കിലും ഇരിക്കുക. ജീവിതത്തിൽ നമ്മൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അവരെ ചേർത്ത് നിർത്തുന്നതിന് പകരം കുത്തുവാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാതിരിക്കുക. ആ അമ്മ നമ്മുടെയൊക്കെ ഒരു പ്രതിനിധിയാണ്. നമ്മുടെ ചുറ്റിനും ഉണ്ടാവും അത്തരം ആളുകളൊക്കെ. നമ്മളൊരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പം നമ്മൾ ഇന്നലെ വരെ മൈൻഡ് ചെയ്യാത്ത ആളുകൾ പോലും വന്ന് നമ്മുടെ ജീവിതത്തിൽ അഭിപ്രായം പറഞ്ഞത് കാണാം. എന്നെ കേൾക്കുന്നവരോട് ഞാൻ ദയവ് ചെയ്ത് പറയുകയാണ്, നമുക്ക് ഒരാളെ സഹായിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും സഹജീവികളോട് കുറച്ച് സ്നേഹവും കരുണയൊക്കെ കാണിക്കാൻ നമ്മൾ പഠിക്കുക. അറ്റ്ലീസ്റ്റ് നമുക്ക് കാണിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളെ പോയി കണ്ട് ഉപദ്രവിക്കാതിരിക്കുക. ഇനി അങ്ങനെ ആരെങ്കിലും, എന്നെ കേൾക്കുന്ന ആരെങ്കിലും അത്തരത്തിലൊരു സ്വഭാവം ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട, അത് നിങ്ങളായിട്ട് ശ്രമിച്ച് മാറ്റാൻ ശ്രമിക്കുക. നമ്മളാരും പൂർണ്ണരല്ല, എല്ലാവരിലും തെറ്റും കുറ്റമൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചും പുറത്തും നമുക്ക് മുന്നോട്ട് പോവാം.